സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേകദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, യൂട്യൂബ് മിനിസ്ട്രി തുടങ്ങിയ ശേഷം ഞാൻ ഇത്രയധികം സന്തോഷിച്ച ദിനങ്ങളില്ല. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കേട്ട് ഒത്തിരി സന്തോഷിച്ചു. അതിൽ പോസിറ്റീവായിട്ട് ഏറ്റവും ചെറിയ രീതിയിൽ വരെ പ്രതികരിച്ചവർ ഫസ്റ്റ് ക്ലാസ് മാർക്ക് നേടി. 60 മാർക്കിൽ കുറഞ്ഞ ആർക്കും ഇല്ല. എല്ലാവർക്കും 60 മാർക്കിന് മുകളിലാണ്. എന്നാൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ധാരാളമുണ്ട്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ ത്രിയേക ദൈവം വളരെ സന്തോഷത്തിലാണ്. നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു, പറയുന്ന കാര്യങ്ങൾ ശരിക്കും ഓർത്തിരിക്കുന്നുണ്ട്. അതിൽ തന്നെ പേരുകൊണ്ട് അക്രൈസ്തവരാണെങ്കിലും യഥാർത്ഥത്തിൽ വിശ്വാസികളായ പരിശുദ്ധയമ്മ രൂപം കൊടുക്കുന്ന സൈന്യനിരയിലെ അംഗങ്ങളായ അവരൊക്കെ ഒത്തിരി നല്ല രീതിയിൽ ആൻസർ നൽകിയിരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഒപ്പിയെടുത്ത് പ്രതികരിച്ചിരിക്കുന്നു. ഒത്തിരി നന്ദി. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശരിയായ അർത്ഥം, ശരിയായ ഉത്തരം നൽകിയവർ ധാരാളമുണ്ട്. എങ്കിലും ഏകദേശം 14,000-ൽ കൂടുതൽ ആൾക്കാർ ഈ വീഡിയോ കാണുകയുണ്ടായി. അതിൽ എല്ലാവർക്കും തന്നെ ഒരു പക്ഷേ ഇതിൻ്റെ ഉത്തരം അറിഞ്ഞുകൂടായിരിക്കും. അവരുടെ അറിവിലേക്ക് ചെറിയൊരു വിശദീകരണത്തിലൂടെ ഞാൻ ഈ ഉത്തരം നൽകാൻ പോകുന്നു. സ്നേഹം നിറഞ്ഞവരെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം, നിത്യനായ ദൈവം, ആ ദൈവം നിത്യമാണ്. ആദിയുമില്ല, അന്ത്യവുമില്ല. അവിടുന്ന് നിത്യമായി വസിക്കുന്നു. അവിടുന്ന് സൃഷ്ടിച്ച മാലാഖമാരും കെരൂബുകളും സെറാഫുകളും സ്വർഗീയവാസികൾ നിരന്തരം അവിടുത്തെ സ്തുതിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ടുമിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ദൈവദൂതന്മാരിലെ ഏറ്റവും സുന്ദരനും ശക്തനുമായ ലൂസിഫർ, അവൻ ആ പരമ പരിശുദ്ധ ത്രിയേക ദൈവത്തിനെതിരെ തിരിയുന്നു. എപ്രകാരം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 12 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അവൻ ദൈവത്തിൻ്റെ സിംഹാസനം കരസ്ഥമാക്കാൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെയും മുകളിൽ തൻ്റെ സിംഹാസനം സ്ഥാപിച്ചുകൊണ്ട് അവൻ ദൈവമാകാൻ ആഗ്രഹിച്ചു. നിസ്സാരനായ ഒരു സൃഷ്ടി ദൈവമാകാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു ആദ്യത്തെ പാപം, അഹങ്കാരം എന്ന പാപം. ദൈവം അതേ തുടർന്ന് അവനെ സ്വർഗത്തിൽ നിന്ന് നീക്കുന്നതിനായി അവനെ സപ്പോർട്ട് ചെയ്ത എല്ലാ ദൂതന്മാരെയും അവിടെ നിന്നും നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി വിശുദ്ധ മിഖായേൽ മാലാഖയ്ക്ക് അധികാരം കൊടുക്കുകയും അങ്ങനെ വിശുദ്ധ മിഖായേൽ മാലാഖയും കൂട്ടരും അവനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. നാം അതിനെപ്പറ്റി വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാച് എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടെ അവന്റെ ദൂതന്മാരും. ഇതിനു ശേഷം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ത്രിയേക ദൈവം ഇപ്രകാരം തീരുമാനമെടുത്തു. നമുക്ക്
നമ്മുടെ ഛായയിൽ മനുഷ്യരെ സൃഷ്ടിക്കാം. അതിനായി പ്രിയപ്പെട്ടവരെ, ആദ്യമായി പരിശുദ്ധ ത്രിയേക ദൈവം, നിത്യനായ ദൈവം ചെയ്തത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതിമനോഹരമായ ഒരു പറുദീസ സൃഷ്ടിക്കുകയായിരുന്നു. അപ്രകാരം അവിടുന്ന് പറുദീസ സൃഷ്ടിച്ചു. ആ പറുദീസായുടെ മനോഹാരിത ഭൂമിയിലെ സകല മനുഷ്യരുടെയും ഭാവനാ സൃഷ്ടി ഒന്നിച്ചു വച്ചാലും മനസ്സിലാക്കുന്നതല്ലായിരുന്നു. മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. അതിസുന്ദരം ഈ ഭൂമി, ഇപ്പോൾ നാം വസിക്കുന്ന ഭൂമി, പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ പാപം ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ ഭൂമിയാണ്. എന്നാൽ അതിനു മുമ്പ് തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ദൈവം സൃഷ്ടിച്ച പറുദീസ വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതോ മനസ്സുകൾ കൊണ്ട് ഗ്രഹിക്കാവുന്നതോ അല്ല. ഏറ്റവും അതിമനോഹരം. പ്രിയപ്പെട്ടവരെ, ദൈവം സൃഷ്ടിച്ച ആ അതിമനോഹരമായ പറുദീസായില് മനുഷ്യന് വേദന നൽകുന്ന യാതൊന്നുമില്ലായിരുന്നു. പാപത്തിൻ്റെ ഒരു കണിക പോലുമില്ലായിരുന്നു. രോഗങ്ങളില്ല, മരണമില്ലാത്ത ജീവിതം, നിത്യമായ ജീവിതം. അതെ, ചൂടോ തണുപ്പോ ഉഷ്ണമോ ഒന്നുമില്ലാത്ത, എന്നാൽ മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സന്തോഷം നൽകുന്ന, അതീവ സന്തോഷം, അതീവ ആനന്ദം നൽകുന്ന ഒരു പറുദീസ. അതാണ് പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച ആ പറുദീസ. അതേ പറുദീസ വീണ്ടും ഒരുങ്ങുന്നുണ്ട് ഈ ഭൂമിയിൽ. വെളിപാടിൻ്റെ പുസ്തകത്തിലെ 1000 വർഷത്തെ ജീവിതത്തിലാണ് പ്രിയപ്പെട്ടവരെ ആ പറുദീസ വീണ്ടും വരിക. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം അങ്ങനെ അതിമനോഹരമായ പറുദീസ സൃഷ്ടിച്ച ശേഷം തൻ്റേതായ രൂപത്തിലും ഭാവത്തിലും അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. പ്രഭാഷകന്റെ പുസ്തകം ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. 17-ാം അധ്യായം 3 വാക്യങ്ങൾ. അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇന്നീ കാണുന്ന മനുഷ്യന്റെ സൗന്ദര്യമൊന്നും ആയിരുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ സൗന്ദര്യം. രൂപം ഇതൊക്കെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ എല്ലാ തരത്തിലും ദൈവത്തെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനെ കാണുക എന്ന് സങ്കല്പിക്കുക. അതുപോലെ തന്നെ. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചത്. എല്ലാ ജീവജാലങ്ങളിലും അവരെക്കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. ആ പറുദീസായില് പരസ്പരം ഉപദ്രവിക്കാത്ത, ആരെയും ഉപദ്രവിക്കാത്ത എല്ലാ തരത്തിലുള്ള പക്ഷി മൃഗാദികളെയും ദൈവം സൃഷ്ടിച്ചു. ദൈവം വീണ്ടും എല്ലാ തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ അവിടുന്ന് അവിടെ നട്ടുപിടിപ്പിച്ചു. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിത്യകാലത്തോളം ജീവിക്കാൻ ആവശ്യമായ വിസ്തൃതിയില്ലാത്ത ആ പറുദീസ എത്ര മനോഹരമായിരുന്നു. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലേക്കൊന്ന് നോക്കൂ. മനുഷ്യനെ പോലെ സുന്ദരനായൊരു
ജീവിയെ എവിടെയെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ? മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള ഈ കഴിവുകൾ ഏതെങ്കിലും ജീവികൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എല്ലാ തരത്തിലും തൻ്റെ അതേ സാദൃശ്യത്തിലായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. കർത്താവ് അവർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ നൽകി. ആറാമതായി മനസ്സും ഏഴാമതായി ബാഹ്യേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ വ്യാഖ്യാനിക്കാൻ യുക്തിബോധവും നൽകി. എല്ലാം ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് ദൈവം മനുഷ്യനെ നിറച്ചു. തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളെ നിറച്ചു. മനുഷ്യൻ ദൈവം തനിക്ക് വേണ്ടി ചെയ്ത വിവരിക്കാൻ സാധിക്കാത്ത അതിമനോഹരമായ ഈ പറുദീസ, തനിക്ക് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്തോ അതെല്ലാം കണ്ട് മനസ്സിലാക്കി ദൈവത്തെ നിരന്തരം പുകഴ്ത്തുന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുമായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത്. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും അവൻ്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിൻ്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. സ്വർഗീയ സംഗീതം ഒരിക്കൽ കേട്ടാൽ ഒരിക്കലും മതി വരാത്ത ഒരാഗ്രഹം നമ്മിൽ സൃഷ്ടിക്കുന്ന ആ സംഗീതം, മാലാഖമാരുടെ സംഗീതം, അതെത്ര ആനന്ദം നൽകുന്നതാണ്. എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും പ്രിയപ്പെട്ടവരെ അതിമനോഹരമായ ഈ പറുദീസായിൽ ദൈവം എന്താണ് കരുതിയതെന്നറിയാമോ? ഈ പറുദീസായിൽ എല്ലാത്തിനും ഉടമയായി ഒരു രാജാവിനെ വാഴിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു രാജാവിന് 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളും രാജകുമാരന്മാരായി അറിയപ്പെടുന്നത് പോലെ ആദം ഹവ്വയിലൂടെ അവർക്കുണ്ടാകാൻ പോകുന്ന ഓരോ കുഞ്ഞുങ്ങളും ഈ പറുദീസായുടെ ഉടമസ്ഥനാകണം. അതായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. ഈ പറുദീസായിൽ അവര് വെറും രാജകുമാരന്മാരെ പോലെയല്ല, ദൈവങ്ങളായി വാഴാൻ വേണ്ടിയായിരുന്നു അവിടുന്ന് മനുഷ്യരെ സൃഷ്ടിച്ചത്. എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മകൻ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് പോലെ ദൈവത്തിൻ്റെ മകൻ ദൈവപുത്രനെന്നും ദൈവപുത്രി എന്നും അറിയപ്പെടണമെന്നും അതുപോലെ തന്നെ അവർ ജീവിക്കണമെന്നും അവിടുന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, 10-ാം അധ്യായത്തിൽ 34-ാം വാക്യത്തിൽ ഈശോ യഹൂദന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? സങ്കീർത്തന പുസ്തകം 82-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, 6-ാം വാക്യം, ഞാൻ പറയുന്നു നിങ്ങളെല്ലാവരും ദൈവങ്ങളാണ്, നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാണ്. നോക്കുക വചനം. ഇതാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആവിഷ്കരിച്ചത് തൻ്റെ മക്കൾക്ക് വേണ്ടി. ദൈവം സൃഷ്ടിച്ച ഈ പറുദീസായിൽ ദൈവമക്കൾ ആദം ഹവ്വായും അവരിലൂടെ ഉണ്ടാകുന്ന ഓരോരുത്തരും ദൈവമക്കളായി പുത്രരായി പുത്രിമാരായി നിത്യമായി അവിടെ വസിക്കണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ സാത്താൻ ലൂസിഫർ തക്കം പാർത്ത് കഴിയുകയായിരുന്നു. ദൈവത്തിനെതിരെ അങ്ങേറ്റം കോപം മനസ്സിൽ സൂക്ഷിച്ച ആ പിശാച്, ദൈവത്തിനെതിരെ അങ്ങേറ്റം വൈരാഗ്യവും പ്രതികാരവും മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടിരുന്ന അവൻ ദൈവത്തെ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ,
ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ ഇതിനെപ്പറ്റി ഈശോ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ എഴുതാനാണെങ്കിൽ ഈ ലോകം തന്നെ മതിയാകുമായിരുന്നില്ല എന്ന് പറയുന്നില്ലേ. എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷങ്ങളിൽ ഈ ബൈബിൾ പറയാത്ത അനേക കാര്യങ്ങളും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ അന്ത്യം അടുത്തതോടുകൂടെ മനുഷ്യരിൽ വിശ്വാസം കുറയുന്നതിനനുസരിച്ച് അവരുടെ വിശ്വാസ വർധനവിന് വേണ്ടി കർത്താവ് തൻ്റെ മിസ്റ്റിക്കുകളിലൂടെ അവിടുന്ന് ചെയ്ത പ്രവൃത്തികളും അവിടുന്ന് നൽകിയ സന്ദേശങ്ങളും മുഴുവനുമായി നൽകിയിട്ടുണ്ട്. അതാണ് മരിയ വോൾത്തോർത്തയിലൂടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത്. നിങ്ങളത് വായിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും, വലിയ അനുഗ്രഹപ്രദമായിരിക്കും. അപ്പോൾ ആ പുസ്തകത്തിൽ ഇപ്രകാരം ഈശോ തന്നെ പറയുന്നത് കേൾക്കാം. 3-ാം വോളിയം 96-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. അനേകം ശതാബ്ദങ്ങളായി സാത്താൻ നിത്യപിതാവിനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ മേൽ അവൻ നേടിയ ആദ്യ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് അവൻ ദൈവത്തോട് പറഞ്ഞു, നിന്റെ സൃഷ്ടികൾ എന്നേക്കും എൻ്റേതായിരിക്കും. സ്വർഗം നേടുവാൻ യാതൊന്നും ശിക്ഷയാകട്ടെ നിന്റെ പ്രമാണങ്ങളാകട്ടെ അവരെ പ്രാപ്തരാക്കുകയില്ല. നിന്റെ വസതിയായ സ്വർഗത്തിൽ നിന്ന് എന്നെ നിന്റെ സൃഷ്ടികളിലെ ബുദ്ധിയുള്ള ഏക സൃഷ്ടിയായി എന്നെ ബഹിഷ്കരിച്ചല്ലോ. ആ സ്വർഗം എന്നും ശൂന്യമായിരിക്കും, ദുഃഖപൂർണമായിരിക്കും. ഉപയോഗശൂന്യമായ എല്ലാ സാധനങ്ങളെയും പോലെ എന്നും അത് ദുഃഖം നൽകുന്ന ഉപയോഗമില്ലാത്ത ഒന്നായി ഭവിക്കും. ശപിക്കപ്പെട്ട അവനോട് നിത്യപിതാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു, മനുഷ്യന്റെ മേൽ ഭരണം നടത്താൻ നിന്റെ വിഷം മാത്രമേ ഉള്ളൂ എങ്കിൽ നിനക്കത് ചെയ്യാൻ കഴിയും. എന്നാൽ എൻ്റെ വചനത്തെ ഞാൻ അയക്കും എന്ന് പറഞ്ഞാൽ യേശുവിനെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം അധ്യായത്തിൽ 1 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നിത്യപിതാവ് അവനോട് പറഞ്ഞു, എന്നാൽ എൻ്റെ വചനത്തെ ഞാൻ അയക്കും. അവൻ്റെ വാക്കുകൾ നിന്റെ വിഷത്തിനെതിരായി പ്രവർത്തിക്കും. ഹൃദയങ്ങളെ അവ സുഖപ്പെടുത്തി ആരോഗ്യം നൽകും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവവചനം ശ്രവിക്കുന്നവർക്ക് എത്ര സൗഖ്യം! ദൈവവചനം ശ്രവിക്കുന്നവർക്ക് മാനസികമായും ശാരീരികമായും ആത്മീയമായും സൗഖ്യം ലഭിക്കുന്നു, അനുഗ്രഹം ലഭിക്കുന്നു. പൈശാചിക ശക്തിയുടെ വിഷത്തിനെതിരെയുള്ള ഏറ്റവും വലിയ അമൃതാണ് പ്രിയപ്പെട്ടവരെ ദൈവവചനം. മനുഷ്യരെ ദുഷ്ടരാക്കുന്നതിന് നീ വരുത്തിവെച്ച മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്ന് അവൻ അവരെ സുഖപ്പെടുത്തും. അപ്പോൾ അവർ എൻ്റെ പക്കലേക്ക് തിരിച്ചു വരും. വഴിതെറ്റിപ്പോയ ആടുകൾ ഇടയനെ കണ്ടെത്തുന്നത് പോലെ അവർ എൻ്റെ ആലയിലേക്ക് തിരികെ വരും. അങ്ങനെ സ്വർഗം ആത്മാക്കളെ കൊണ്ട് നിറയും. ഞാൻ സ്വർഗമുണ്ടാക്കിയത് അവർക്ക് വേണ്ടിയാണ്. നിസ്സഹായ സ്ഥിതിയിൽ അരിശം പൂണ്ട് പല്ല് കടിച്ചുകൊണ്ട് നിന്റെ ഭയാനകമായ രാജ്യത്തിൽ നീ ശപിക്കപ്പെട്ട തടവുകാരനായി കഴിയും. നരകത്തില് ദൈവത്തിന്റെ ശില നിന്റെ മേൽ വയ്ക്കപ്പെടും. ദേവദൂതന്മാർ അതിന്മേൽ മുദ്ര വയ്ക്കും. അന്ധകാരവും വിദ്വേഷവും നിന്റെയും നിന്റെ അനുയായികളുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എന്നെ അനുഗമിക്കുന്നവർ പ്രകാശവും സ്നേഹവും അനുഭവിക്കും. അതിരില്ലാത്ത നിത്യമായ ഭാഗ്യവും ആനന്ദവും സ്വാതന്ത്ര്യവും അനുഭവിച്ച് അവർ സ്തുതിഗീതങ്ങൾ ആലപിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഇതിൽ യാതൊരു സംശയവുമില്ല. നിത്യപിതാവിൻ്റെ ഏറ്റവും അതിപരിശുദ്ധമായ സന്ദേശമാണ്, സത്യമാണിവ. അപ്പോൾ പരിഹാസപൂർവ്വം പൊട്ടിച്ചിരിച്ചുകൊണ്ട് സാത്താൻ ആണയിട്ട് പറഞ്ഞു, എൻ്റെ നരകത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ പറയുന്നു, സമയമാകുമ്പോൾ ഞാൻ വരും.
നിന്റെ സുവിശേഷകർ എവിടെയെല്ലാം ഉണ്ടായിരിക്കുമോ അവിടെയെല്ലാം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാനാണോ നീയാണോ വിജയിക്കുന്നതെന്ന് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ അഹങ്കാരത്തിൻ്റെതായ വഴിയിലൂടെ, പ്രത്യേകിച്ച് ആത്മീയമായ അഹങ്കാരത്തിലൂടെ ജീവിക്കുന്നവരെ ഇവൻ തട്ടിയെടുക്കാറുണ്ട്. നാം അത് സത്യത്തോടുകൂടെ വീക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എളിമയോടുകൂടെയും വിധേയത്വത്തോടുകൂടെയും അനുസരണയോടുകൂടെയും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെ അവൻ ഒരിക്കലും തൊടാൻ പോലും ആകില്ല, ഒരിക്കലും ആകില്ല. പ്രിയപ്പെട്ടവരെ, പറുദീസ സൃഷ്ടിച്ച് മനുഷ്യനെ തൻ്റെ രൂപത്തിലും തൻ്റെ ഭാവത്തിലും എല്ലാ തരത്തിലും ഏറ്റവും മനോഹരമായ രീതിയിൽ സൃഷ്ടിച്ച് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയ ശേഷം അവരോട് പറഞ്ഞു, എല്ലാ അനീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവിൻ എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. പാപങ്ങൾക്കെതിരെ കരുതിയിരിക്കണമെന്ന് കർത്താവ് ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്രകാരം എങ്കിലും പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ കെണിയിൽ അവർ പെട്ടുപോയി. അങ്ങനെ പാപം ചെയ്ത് പറുദീസ അവർക്ക് നഷ്ടമായി. നാം ഇന്ന് കാണുന്ന ഈ ഭൂമിയിലേക്ക് നമ്മുടെ ആദ്യ മാതാപിതാവായ ആദവും ഹവ്വായും എത്തിപ്പെടുകയും സ്വന്തം തൻ്റെ പാപങ്ങൾക്ക് പരിഹാരമെന്നോണം ഈ ഭൂമിയിൽ അധ്വാനിച്ച് തൻ്റെ നിത്യവൃത്തി കണ്ടെത്തുന്നതിന് വേണ്ടി ദൈവം അവരെ നിയോഗിക്കുകയും ചെയ്തു. എങ്കിലും ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഉദാഹരണമായി ഓർത്ത് നോക്കുക. ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ, മാതാപിതാക്കന്മാർ അങ്ങേറ്റം ഓമനിച്ചു വളർത്തി വലുതാക്കി കഴിഞ്ഞപ്പോൾ തൻ്റെ ഒരു മകള് ആദ്യമായി കണ്ടുമുട്ടിയ ഒരുത്തൻ്റെ കൂടെ ഒരു സുപ്രഭാതത്തെ ഒളിച്ചോടുന്നതും അങ്ങനെ മാതാപിതാക്കളിൽ നിന്നും അകന്നു പോകുന്നതുമായിട്ട്. ഈ മകൾ ഇപ്രകാരം പോയാലും ആ മാതാപിതാക്കൾ ആ മകളെ ഉപേക്ഷിക്കുമോ? അവളെ തിരിച്ചു വരുന്നത് കാത്തിരിക്കില്ലേ? അങ്ങനെ നാളുകൾ കഴിഞ്ഞ ശേഷമായാലും വരുമ്പോൾ അവളെ സ്വീകരിക്കില്ലേ? കാരണം അവൾക്ക് അവളെ ഇത്രമാത്രം സ്നേഹിച്ച് ഓമനിച്ച് വളർത്തി വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താലോലിച്ച് എല്ലാ തരത്തിലും സ്നേഹിച്ച് താലോലിച്ച് വളർത്തിയ അവൾക്ക് തൻ്റെ പിതാവും മാതാവും ആദ്യമായി കണ്ടുമുട്ടിയ ഒരുവൻ്റെ മുമ്പിൽ ഒന്നുമല്ലെങ്കിലും അവൾ മാതാവും പിതാവും അവളെ പോലെയല്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീർച്ചയായും ആ മകളുടെ സ്നേഹമുണ്ട്. ആ മകളെ തിരിച്ചു വരുന്നത് കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും എത്ര അധികമാണ് സ്നേഹപിതാവായ ദൈവത്തിന് നാം എല്ലാവരോടുമുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പാപം ചെയ്ത ശേഷവും ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ പ്രവാചകന്മാരെ അയച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് തൻ്റെ ജനത്തിന് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് ദൈവപിതാവ് അയക്കുമെന്നും അങ്ങനെ ആ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് സകലരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് ഒരു ബലിയിലൂടെ അവർക്കൊരു പുതിയ ജീവിതം നൽകുമെന്നും പിതാവായ ദൈവം പല പ്രാവശ്യം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ ഈശോ തന്നെ ഇപ്രകാരം പറയുന്നുണ്ട്. കേൾക്കാം. ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹഭാചനമായ സൃഷ്ടിയാണ് മനുഷ്യൻ.
മനുഷ്യൻ ഇപ്പോൾ പാപം ചെയ്ത് കുറ്റവാളിയായി തീർന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടി മനുഷ്യൻ തന്നെ. അതിൻ്റെ സാക്ഷ്യമാണ് മനുഷ്യനെ രക്ഷിക്കാൻ ഒരു ദൈവദൂതനെ അല്ല, ഒരു കെരൂബിനെയോ സെറാഫിനെയോ അല്ല, പിന്നെയോ തൻ്റെ സ്വന്തം വചനത്തെ മനുഷ്യ ശരീരം ധരിപ്പിച്ച് ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. ദൈവം പരമപരിശുദ്ധി തന്നെയായ അരൂപിയായതിനാൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്നതിന് പീഡകൾ സഹിക്കുക സാധ്യമായിരുന്നില്ല. പാപപരിഹാരത്തിന് പീഡകൾക്ക് തന്നെ വിധേയനാക്കുവാൻ മനുഷ്യ ശരീരം അയോഗ്യമാണെന്ന് അവൻ കരുതിയില്ല. പിതാവ് എന്നോട് പറഞ്ഞു, നീ മനുഷ്യനായിത്തീരണം. ആ മനുഷ്യൻ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാറ്റിനെയും പോലെ അവനും പരിപൂർണനായിരുന്നു. സമാധാനപൂർണമായൊരു ജീവിതമാണ് അവനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും സമാധാനപൂർണമായ അന്തിമ നിദ്രയും സന്തോഷത്തോടുകൂടെയുള്ള ഉണർവും എൻ്റെ സ്വർഗീയ പറുദീസായിൽ ഏറ്റവും ആനന്ദപ്രദമായ നിത്യജീവനും. എന്നാൽ ഈശോ നമ്മോടായിട്ട് പറയുന്നു, എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, അശുദ്ധമായിട്ടുള്ള യാതൊന്നിനും ഞങ്ങളുടെ പറുദീസായിൽ പ്രവേശനമില്ല. കാരണം അവിടെ ഞങ്ങൾ ഏകവും ത്രിത്വവുമായ ദൈവത്തിൻ്റെ സിംഹാസനമുണ്ട്. അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ പരിശുദ്ധിക്ക് മാത്രമേ അനുമതിയുള്ളൂ. ആരായിരിക്കുന്നുവോ അവനാണ് ഞാൻ. എൻ്റെ ദൈവ സ്വഭാവം, ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ രഹസ്യം പാപമില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. എന്നാൽ മനുഷ്യൻ ആദം വഴിയായും മലിനമാക്കപ്പെട്ടു. പോകൂ, അവനെ ശുദ്ധീകരിക്കൂ, ഞാൻ അത് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ മുതൽ ആ മനുഷ്യൻ നീയായിരിക്കും. ഇപ്രകാരം നിത്യപിതാവ് തൻ്റെ പുത്രനോട് ആവശ്യപ്പെട്ടു. ആദ്യജാതൻ, കാരണം മരണമുള്ള ശരീരവുമായി ഇവിടെ ആദ്യം പ്രവേശിക്കുന്നത് നീയായിരിക്കും. നിന്നിൽ പാപമുണ്ടാകുകയില്ല. നിന്റെ ആത്മാവിന് ഉത്ഭവപാപം ഉണ്ടാവുകയില്ല. ഭൂമിയിൽ നിനക്ക് മുമ്പ് ജീവിച്ചിരുന്നവരും നിനക്ക് ശേഷം ജീവിക്കുന്നവരും രക്ഷകനായ നിന്റെ മരണം വഴിയായിരിക്കും രക്ഷ പ്രാപിക്കുക. ജനിച്ച ഒരുവന് മാത്രമേ മരിക്കാൻ കഴിയൂ. ഞാൻ ജനിച്ചു, ഞാൻ മരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ വരാൻ പോകുന്ന രക്ഷകനെ മുൻകൂട്ടി കണ്ടു. കുരിശിൽ നിന്ന് അവിടുന്ന് അരുളി ചെയ്ത ആ 7 സ്വർണമൊഴികൾ. സങ്കീർത്തനം 22:1 ഇപ്രകാരം പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? ഗാഗുൽത്താമലയിലേക്കുള്ള യാത്രയിൽ കർത്താവിന് ചുറ്റും കൂടിയ ശത്രുക്കൾ, അവരെപ്പറ്റി വചനം ഇപ്രകാരം പറയുന്നു. 13 മുതലുള്ള വാക്യങ്ങൾ. ആർത്തിയോടെ അലറിയെടുക്കുന്ന സിംഹം പോലെ അവ എൻ്റെ നേരെ വായ് പിളർന്നിരിക്കുന്നു. ഒഴിച്ചുകളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ. സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി. എൻ്റെ ഉള്ളിലത് ഉരുകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. അവിടുന്ന് എന്നെ മരണത്തിൻ്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. കുരിശിൽ തൂങ്ങിക്കിടന്ന ഈശോയെ, രക്ഷകനെ, ദാവീദ് സങ്കീർത്തകൻ കണ്ടു ഇപ്രകാരം: അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അവർ എന്നെ തുറിച്ചു നോക്കുന്നു. അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു. എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. പ്രിയപ്പെട്ടവരെ, രക്ഷകനായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജനനത്തെക്കുറിച്ചും അതുപോലെ പരസ്യ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ മരണത്തെക്കുറിച്ചും കർത്താവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ പല പ്രവാചകന്മാരും വ്യക്തമായി അരുളി ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഉത്തരത്തിലേക്ക് വരികയാണ്.
അങ്ങനെ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ പ്രവാചകന്മാർ അരുളി ചെയ്ത ആ വചനത്തിന് അണുവിട വ്യത്യാസമുണ്ടാകാതെ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് ബത്ലഹേമിൽ രക്ഷകനായി ജനിക്കുകയും 3 വർഷം ഈജിപ്തിൽ പ്രവാസിയായി കഴിയുകയും അവിടെ നിന്നും തിരിച്ചു വന്ന് ഏകദേശം 27 വർഷം നസ്രത്തിൽ ജീവിക്കുകയും ഇപ്രകാരം 30 വർഷം രഹസ്യ ജീവിതവും അതിനുശേഷം 3 വർഷം പരസ്യ ജീവിതത്തിലൂടെ ഇസ്രായേലിൽ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് രക്ഷയുടെ സന്ദേശം സകലർക്കുമായി പങ്കുവച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള തിരിച്ചു വ്യത്യാസവും ഇല്ലാതെ തൻ്റെ പക്കൽ വന്ന എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് മാനസികമായും ശാരീരികമായും ആത്മീയമായും സുഖപ്പെടുത്തി അങ്ങനെ അതിൻ്റെ അവസാനം ശത്രുക്കളുടെ കയ്യിൽ താൻ ഏൽപ്പിക്കപ്പെടുമെന്ന് 3 പ്രാവശ്യം പ്രവചനത്തിലൂടെ നൽകിയ ആ സന്ദേശം മനുഷ്യപുത്രൻ ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവർ അവനെ കുരിശിൽ തറച്ചു കൊല്ലുമെന്നും എന്നാൽ 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും പറഞ്ഞതിൻ പ്രകാരം അപ്രകാരം പ്രിയപ്പെട്ടവരെ വിശ്വാസ പ്രമാണത്തിൽ നാം അരുളി ചെയ്യുന്ന ആ കാര്യങ്ങൾ വ്യക്തമായി സംഭവിക്കുകയും ആദ്യമായി ലോക ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായി ചരിത്രത്തെ തന്നെ AD എന്നും BC എന്നും ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്നും വിഭജിച്ചുകൊണ്ട് അവിടുന്ന് പ്രിയപ്പെട്ടവരെ ഗാഗുൽത്താ മലയിൽ സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ബലിയായി ദൈവപിതാവിന് തന്നെ കാഴ്ചവെക്കുകയും അതിനുശേഷം മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേൽക്കുകയും അതിനുശേഷം 40 ദിവസം എല്ലാവർക്കുമല്ല ദൈവത്തെ കാണാൻ മാത്രം അർഹതയുള്ള വിശുദ്ധർക്ക് 40 ദിവസം അവിടുന്ന് പ്രത്യക്ഷപ്പെടുകയും 40-ാം ദിവസം തൻ്റെ ശിഷ്യരും ഏകദേശം 500 പേരെടുക്കുന്ന വിശുദ്ധ സമൂഹത്തിൻ്റെ മുൻപിൽ വെച്ച് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് കരയേറുകയും ചെയ്തു. അങ്ങനെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് കരയേറുന്ന തങ്ങളുടെ രക്ഷകനെ നോക്കി നിന്ന അവരുടെ പക്കൽ 2 സ്വർഗദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവരിപ്രകാരം ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 19 വാക്യങ്ങൾ. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം പ്രിയപ്പെട്ടവരെ നാം പാപത്തിൽ വീഴാതിരിക്കണമെന്നില്ല. ആദിമാതാവിന് എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഹവ്വ പറഞ്ഞത്, ആ വൃക്ഷത്തിൻ്റെ കനി ഭക്ഷിക്കുകയോ ആ വൃക്ഷത്തെ സ്പർശിക്കുക പോലും ചെയ്യരുതെന്നാണ് ദൈവം തങ്ങളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അറിവുണ്ടായിരുന്നു, അറിവിൻ്റെ ഒരു കുറവുകൊണ്ടൊന്നുമല്ല. എന്നാൽ പിശാചിൻ്റെ അങ്ങേറ്റത്തെ ആകർഷണീയമായ ആ വാക്കുകൾ കേട്ടപ്പോൾ അതിൽ വീണുപോയി. എന്ന് പറഞ്ഞാൽ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല.
ഇന്നും നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. നാം കേട്ടില്ലേ സാത്താൻ്റെ പ്രതിജ്ഞ? നിന്റെ സുവിശേഷകർ എവിടെയുണ്ടോ അവിടെയൊക്കെ ഞാനും ഉണ്ടായിരിക്കുമെന്ന്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തും ലോകത്തിലെല്ലായിടത്തും തന്നെ പല പല കൾട്ട് ഗ്രൂപ്പുകൾ ഫോം ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളമുണ്ടല്ലോ. ഉദാഹരണം, എംപറർ എമ്മാനുവൽ എന്ന് പറയുന്ന ആ കൾട്ട് ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ഒരു വലിയ സുവിശേഷ പ്രഘോഷകനായിരുന്നു അദ്ദേഹം. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും വരെ ധ്യാനിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി. വീഴ്ചില്ലേ പിശാച്? വീണതിന് ശേഷം ആ ഗ്രൂപ്പ് നൽകുന്ന തെറ്റായിട്ടുള്ള പഠനങ്ങൾ കേൾക്കാൻ ഇന്നും ആൾക്കാർ പോകുന്നില്ലേ? പോകുന്നവരെല്ലാം വീഴുന്നില്ലേ? വീഴുന്നുണ്ട്. പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, മധ്യഭാരതത്തിലെ ഒരു കുഗ്രാമത്തിലാണ് ഞാൻ. ഇവിടെ വരെ അവരുടെ ഏജന്റുമാരെത്തി എന്നുള്ളതാണ്. ഇവിടുന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെ ഒരു കോൺവെന്റിൽ ഒരു മലയാളി സിസ്റ്റർ ഉണ്ടായിരുന്നു. ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്ററാണ്. നാട്ടിൽ പോയപ്പോൾ മാതാപിതാക്കൾ ഈ കൾട്ട് ഗ്രൂപ്പിൽ അംഗമായിരുന്നു. അവരോട് പറഞ്ഞതിന് പ്രകാരം ദൈവകർത്താവ് വരാറായി, ഈ ആർക്കിൽ പ്രവേശിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞൊരു വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങളുടെ സ്വത്തും പറമ്പും എല്ലാം വിറ്റ് അങ്ങോട്ട് അവരെ ക്ഷണിക്കുന്നു, അവരപ്രകാരം ചെയ്യുന്നു. അപ്പോൾ ഈ മാതാപിതാക്കൾ ഈ സിസ്റ്ററോട് പറഞ്ഞു, ഞങ്ങളൊരു നല്ല ധ്യാനം കൂടി, ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിൽ കേൾക്കേണ്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. കർത്താവിൻ്റെ വരവ് അടുക്കാറായി, ഒന്ന് വന്ന ധ്യാനം നീ ഒന്ന് കൂടിക്ക്, ഒരു പ്രാവശ്യം കൂടിയാ, ഒന്ന് കൂടി നോക്ക്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ സിസ്റ്റർ പോയി. പ്രിയപ്പെട്ടവരെ, ചെന്നതും അകപ്പെട്ടു കഴിഞ്ഞു. ഒരൊറ്റ പ്രാവശ്യം ഇവരുടേതായ ധ്യാനത്തിൽ പെട്ടുപോയാൽ അത് പെട്ടത് തന്നെ മയക്കമരുന്നിന് അടിമകളാകുന്നത് പോലെ അടിമകളായിത്തീരും. ആ സിസ്റ്റർ കല്യാണവും കഴിച്ച് ഇപ്പോൾ അവരുടെ പ്രചാരകയായി മാറിയിരിക്കുന്നു. വന്ന് എൻ്റെ ഈ പള്ളിയിലെ രണ്ടാടുകളെ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ അവർ കേരളത്തിലാണ്. ടീച്ചേഴ്സാണെന്ന് വിചാരിക്കണം, അറിവില്ലാത്തവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, സിറ്റിയിൽ ഇവരുടെ ആൾക്കാർ ധാരാളം പേര് പ്രവർത്തിക്കുന്നുവെന്നറിയുന്നു. പ്രത്യേകമായ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഒന്നിച്ചു കൂടുകയും, അതുപോലെ ബോംബെയിലും പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ അംഗസംഖ്യ കൂടി വരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അറിഞ്ഞതുകൊണ്ട് മാത്രം വീഴാതിരിക്കണം എന്നില്ല. സത്യം എന്താണ്? നാം ഇപ്പോൾ കേട്ടതുപോലെ തന്നെ ഇതാണ്. ശരിയായ ഉത്തരം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇനി ഒരിക്കലും അവിടുന്ന് മനുഷ്യരൂപത്തില് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന് ഒരിക്കലും സുവിശേഷം പ്രഘോഷിക്കില്ല. ഇത് നിത്യസത്യമാണ്. ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആയി. അതിനാൽ എത്ര ആകർഷകമായ വ്യക്തിത്വത്തോടുകൂടെ ഏതവൻ വന്നാലും ഒരു കാരണവശാലും വിശ്വസിക്കരുത്. രണ്ടാമത്തെ ഉത്തരം, പ്രിയപ്പെട്ടവരെ, അവിടുന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുന്നതിനായി പടിഞ്ഞാറ് നിന്ന് ഇങ്ങോട്ട് പോകുന്ന മിന്നൽ പിണർ പോലെ ഒരു സെക്കൻഡിനുള്ളിലായിരിക്കും അവിടുന്ന് പ്രത്യക്ഷപ്പെടുക. വാനമേഘങ്ങളിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടും. അത് ജീവിക്കുന്നവരെയും മരിക്കുന്നവരെയും വിധിക്കുന്നതിന് വേണ്ടിയായിരിക്കും. ഈ രണ്ടുത്തരങ്ങൾ പ്രിയപ്പെട്ടവരെ മനസ്സിൽ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ഓർക്കുക, നാം ദുർബലനാണ്. പിശാച് ഏറ്റവും കൂടുതൽ മനുഷ്യനെ വീഴിക്കുന്ന വഴി അഹങ്കാരമാണ്.
വിശ്വസിക്കുന്നവരെ അവൻ ആത്മീയ അഹങ്കാരത്തിലൂടെ വീഴ്ത്തും. എനിക്കെല്ലാം അറിയാം, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ അവൻ്റെ യാതൊരു ഇത്തരത്തിലുള്ള ചിന്തകൾക്ക്, പ്രേരണകൾക്ക് വശപ്പെടരുത്. രണ്ട് തരത്തിലുള്ള വാഴകൾ നമുക്ക് കാണാം, ഇല്ലേ? ഒരു തരത്തിലുള്ള വാഴയാണ് സകല വളങ്ങളും വലിച്ചെടുത്ത് അത് നേരെ പരിഷ്ടമായി വളരും. പക്ഷെ അവസാനം അതിൻ്റെ ആ കൂമ്പ് കഴുത്തിൻ്റെ ഭാഗത്ത് വന്ന് സ്ട്രക്കായിപ്പോയി അത് ചത്തുപോകുന്നു. അതാണ് അഹങ്കാരം, അല്ലെങ്കിൽ ആത്മീയ അഹങ്കാരം. തനിക്കെല്ലാം അറിയാം, ഞാൻ, എന്നെ, എനിക്ക്, എൻ്റെ എന്നുള്ള ചിന്താഗതി. എന്നാൽ യഥാർത്ഥ അറിവ് നമുക്ക് കൂടുമ്പോൾ നമുക്ക് വേണ്ടത് എളിമയാണ്. രണ്ടാമത്തെ ആ വാഴ, ആ കൊല, ആ ഫലം വലുതാകുന്നതിനനുസരിച്ച് ആ വാഴ കുനിഞ്ഞു കുനിഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് വചനം ഓർക്കുക, നീ എത്രമാത്രം ഉന്നതനായിരിക്കുന്നുവോ അത്രമാത്രം നീ എളിമപ്പെടുക എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിടിച്ചു നിൽക്കാൻ നമുക്ക് ആവശ്യം എളിമയും അനുസരണയും വിധേയത്വവുമാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. വിധേയത്വം എന്ന് പറയുമ്പം ആദ്യമായി നമ്മുടെ കർത്താവിന്, തിരുവചനത്തിന്, കർത്താവ് നിയോഗിച്ചിരിക്കുന്ന അധികാരികൾക്ക് നാം വിധേയപ്പെടുക, എളിമപ്പെടുക, പ്രാർത്ഥിക്കുക. ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള സത്യം ഉറച്ചു വിശ്വസിച്ചുകൊള്ളുക. എല്ലാത്തിനും നമുക്ക് അവിടുത്തെ സഹായം ആവശ്യമാണ്. അവിടുന്ന് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും പരിശ്രമിച്ചുകൊണ്ട് നിത്യ സൗഭാഗ്യത്തിന് അവകാശികളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി നിരന്തരം പരിശുദ്ധ അമ്മ വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേക മാതൃശക്തികളുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.